പ്രിയപ്പെട്ടവരെ, ക്രിസ്മസിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ ഈ മംഗളവാർത്താ കാലത്തിൻ്റെ 2ാം ഞായറാഴ്ച സഭ നമുക്ക് ധ്യാന വിഷയമായി നൽകുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 35 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈ ഭാഗം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: 6-ാം മാസം ഗബ്രിയേൽ ദൈവദൂതൻ ഗലീലി നസറത്ത് എന്ന പട്ടണത്തിൽ എന്ന് പറഞ്ഞാണ്. ആ പറയുന്ന 6-ാം മാസം എന്ന് പറയുന്നത് ഗബ്രിയേൽ ദൈവദൂതൻ സക്രിയായ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് 6-ാം മാസമാണ്, അഥവാ എലിസബത്തിന്റെ 6-ാം മാസമാണ്. ഇങ്ങനെയൊരു വിവരണത്തിലൂടെ ലൂക്കാ സുവിശേഷകൻ സ്നാപയോഹന്നാനും ഈശോയും തമ്മിലുള്ള ഭൗതികവും ആത്മീയവുമായ ബന്ധം എടുത്തു കാണിക്കുകയാണ്. മാതാവിൻ്റെ ഇളയമ്മയുടെ മകനാണ് സ്നാപയോഹന്നാൻ. അർത്ഥത്തിൽ മാതാവിൻ്റെ സഹോദരനായിട്ട് വരും. എന്നാൽ ഭൗതികമായ രീതിയിൽ ഈശോയും സ്നാപയോഹന്നാനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. സ്നാപയോഹന്നാൻ ലേവി ഗോത്രത്തിൽപ്പെട്ട സക്രിയ എന്ന പുരോഹിതന്റെ മകനാണ്. എന്ന് പറഞ്ഞാൽ ജനനത്താൽ തന്നെ സ്നാപയോഹന്നാൻ പുരോഹിതനാണ്. പുരോഹിത വംശത്തിലാണ് യോഹന്നാൻ പിറന്നത്. എന്നാൽ ഈശോ അങ്ങനെയല്ല. ഈശോ രാജകീയ വംശത്തിലാണ് പിറന്നത്. യൂദാ ഗോത്രത്തിൽപ്പെട്ടവനാണ് ഈശോ. ജനനത്താൽ തന്നെ അതുകൊണ്ട് രാജാവാണ്. എന്നാൽ സ്വർഗീയ തലത്തിൽ, ദൈവികമായ തലത്തിൽ ഈശോ പുരോഹിതനാണ്. അതുകൊണ്ടാണ് ഹെബ്രായക്കാർക്കുള്ള ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നത്: 7-ാം അധ്യായം 12-ാം വചനം, ആരെക്കുറിച്ചാണോ ഇതെല്ലാം നാം പറഞ്ഞത്, അവൻ മാനുഷികമായ രീതിയിൽ മറ്റൊരു ഗോത്രത്തിൽ പിറന്നവനാണ്, യൂദാ ഗോത്രത്തിൽ. യൂദാ ഗോത്രത്തിൽ നിന്ന് ആരും ബലിപീഠത്തിൽ ഇതുവരെ ശുശ്രൂഷ ചെയ്തിട്ടില്ല. പിന്നീട് 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഹെബ്രായക്കാർക്കുള്ള ലേഖനം 7:16 പറയുന്നു, മാനുഷികരമായ രീതിയിലല്ല, ദൈവികമായ രീതിയിൽ അക്ഷയമായ ജീവന്റെ ശക്തിയാലാണ് അവൻ പുരോഹിതനായി തീർന്നത്. അപ്പോൾ ഈശോ ദൈവികമായ രീതിയിൽ നിത്യപുരോഹിതനാണ്. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം അവിടുന്ന് രാജാവും പുരോഹിതനുമാണ്. നമ്മൾ ഈ ഭാഗത്തിലേക്ക് വരുമ്പോൾ വേറൊരു തരത്തിൽ പറഞ്ഞാൽ, ഭൗതികമായ രീതിയിൽ തന്നെ ഒരു പുരോഹിത പാരമ്പര്യം ഈശോയ്ക്കുണ്ട് എന്ന് നമുക്ക് പറയാം. അത് മാതാവിനോട് ബന്ധപ്പെട്ടാണ്. മറിയം എന്ന വാക്ക് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് പുറപ്പാടിന്റെ പുസ്തകത്തിലാണ്. അവിടെ പുരോഹിതനായ അഹറോന്റെ സഹോദരിയായ മറിയം ഇസ്രായേൽ ജനത്തെ പ്രാർത്ഥനാ ഗീതം പാടി നയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പുരോഹിത പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കുകയാണ് മറിയം. ആ തരത്തിൽ മാതാവ് പുരോഹിത പാരമ്പര്യം പേർന്നവളാണ് എന്ന് നമുക്ക് പറയാം. പിന്നീട് നമ്മൾ സുവിശേഷം വായിച്ച് മുമ്പോട്ട് വരുമ്പോൾ ഗബ്രിയേൽ ദൈവദൂതൻ മാതാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, കൃപ നിറഞ്ഞവളെ സ്വസ്തി. ഗബ്രിയേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം ബലവാനാണ്, ശക്തനാണെന്നൊക്കെയാണ്. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം, നാം സമൂഹത്തെ, നമ്മുടെ മുമ്പിലുള്ള ആളുകളെ പുരോഹിതരെന്ന നിലയ്ക്ക്, സന്യസ്തരെന്ന നിലയ്ക്ക്, കുടുംബനാഥന്മാരും നാഥമാരും എന്ന നിലയ്ക്ക്, സഹോദരങ്ങൾ എന്ന നിലയ്ക്ക്, കൂട്ടുകാരെന്ന നിലയ്ക്കൊക്കെ നമ്മൾ ദൈവം ശക്തനാണ്, ബലവാനാണ് എന്ന ഓർമ്മപ്പെടുത്തൽ നടത്തുന്നുണ്ടോ? മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു സന്ദേശം നമ്മൾ നൽകാനായിട്ട് ശ്രമിക്കാറുണ്ടോ? ദൈവത്തിൽ ആശ്രയിക്കുക എന്നുള്ള ഒരു സന്ദേശം നമുക്ക് നൽകാൻ സാധിക്കുന്നുണ്ടോ? ഓർക്കുന്നത്, ഒരു ഫേസ്ബുക്കിൽ ഒരു ശാസ്ത്രീയമായ ഒരു കാര്യം പങ്കുവെച്ചപ്പോൾ, അതായത് ക്രൈസ്തവ സഭയാണ് ശാസ്ത്രത്തെ ഏറ്റവും കൂടുതൽ വളർത്തിയത് എന്നുള്ള ഒരു പരാമർശം പങ്കുവെച്ചപ്പോൾ ഒരു നിരീശ്വരവാദി തർക്കത്തിന് വന്നു, വലിയ വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. ഞാനിടുന്ന കാര്യത്തിനെല്ലാം തിരിച്ച് മറുപടിയിട്ട്
സഭയെയും ഒക്കെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് മറുപടികൾ വന്നു. യുക്തിഭദ്രമായ മറുപടിയല്ല അദ്ദേഹത്തിന്. അദ്ദേഹം ആക്ഷേപകരമായ മറുപടികൾ ഇട്ടു. അവസാനം പിറവങ്കാരൻ, ഒരു യാക്കോബായക്കാരൻ ഈശോയെക്കുറിച്ച് പറഞ്ഞ ഒരു വീഡിയോ, അതിൻ്റെ ലിങ്ക് അയാൾക്ക് മറുപടിയായിട്ടിട്ട് കൊടുത്തു. അയാൾ ഒരു ക്രിസ്ത്യാനിയാണ്. അപ്പോൾ ഈ പിറവങ്കാരൻ പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നു സ്നേഹവും കരുണയും നിലനിൽക്കുന്ന സാമ്രാജ്യമാണ്. അവിടെ ജാതിഭേദമില്ലാത്ത, നമ്പൂരിയും അടിയാനും കീഴ്ജാതിക്കാരനും അവൻ്റെ അടയാളങ്ങൾ മറന്നുപോകുന്ന എല്ലാവരും സമനായ രാജ്യം എന്ന് പറയുന്ന ഒരു വീഡിയോ, ശക്തമായ ഒരു വീഡിയോ ആണ്. അത് ഇട്ടുകൊടുത്തതിന് ശേഷം പിന്നീട് ഒരു മറുപടി ഉണ്ടായില്ല. അയാൾ ആ വീഡിയോ കണ്ടു എന്നുള്ള ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: നമ്മൾ ദൈവം ശക്തനാണ്, ബലവാനാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലുകൾ നടത്തുന്നുണ്ടോ സമൂഹത്തിൽ എന്നുള്ള ചോദ്യമാണ്. നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിലൊക്കെ അത് നഷ്ടപ്പെട്ടു പോവുകയാണ്. അങ്ങനെയുള്ള ചിന്തകളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. ഇനി ഗബ്രിയേൽ ദൈവദൂതൻ വന്നതിന് ശേഷം മാതാവിനോട് പറയുന്നത്, മാതാവിൻ്റെ പേര് വിളിക്കുന്നില്ല, മറിച്ച് കൃപ നിറഞ്ഞവളെ സുസ്തി എന്നുള്ള സംജ്ഞ കൊണ്ട് ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ മാലാഖ അങ്ങനെ സംബോധന ചെയ്യുന്ന ബൈബിളിലെ ഏക ഭാഗമാണ്. ഇതിനു മുമ്പ് ഗബ്രിയേൽ ദൈവദൂതൻ നമ്മൾ കാണുന്ന ദാനിയേലിന്റെ പുസ്തകമാണ്, 8-ാം അധ്യായം 16-ാമത്തെ വചനത്തിൽ. അവിടെ പറയുന്നു, സായാഹ്ന ബലിയുടെ സമയത്ത് ദാനിയേലിനെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഗബ്രിയേൽ ദൈവദൂതൻ പോവുകയാണ്. ഇവിടെ കൃപയുടെ ജലാശയമായി നിൽക്കുന്ന മറിയത്തിൻ്റെ മുമ്പിൽ അങ്ങനെയുള്ള സംബോധനയാണ് നൽകുന്നത്. അപ്പോൾ ഈ സംബോധനയ്ക്ക് ശേഷം ദൈവഹിതം നിറവേറട്ടെ എന്ന് മാതാവ് പറഞ്ഞു കഴിഞ്ഞ ശേഷം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് സുവിശേഷകൻ എഴുതുന്നത്: അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു, ദൈവഹിതത്തിന് തന്നെ പൂർണ്ണമായി സമർപ്പിച്ച മറിയം എല്ലാ മനുഷ്യ വ്യക്തികളെക്കാൾ മുകളിലായി, സ്നാപക യോഹന്നാനേക്കാൾ മുകളിലായി. ദൈവത്തിൻ്റെ ത്രിത്വൈക ദൈവത്തിന് ശേഷം മനുഷ്യരുടെ എല്ലാ പുണ്യവാന്മാരുടെയും പ്രവാചകന്മാരുടെയും മുകളിലായി. അതുകൊണ്ട് അങ്ങനെ ഒരാളുടെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ല എന്നർത്ഥത്തിലാണോ ദൈവത്തിൻ്റെ മുഖ്യ ദൂതൻ അവരുടെ മുമ്പിൽ നിന്ന് മറയുന്നത്? നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: നമ്മളൊക്കെ കൃപ സംവഹിച്ച് നടക്കുന്നവരാണോ? നമ്മുടെ കൃപ നമ്മൾ വർദ്ധിപ്പിക്കുന്നുണ്ടോ? അതോ പലപ്പോഴും കൃപ നഷ്ടപ്പെട്ടവരെ പോലെയാണോ നമ്മൾ മാറുന്നത്? മറ്റുള്ളവർക്ക് നമ്മിൽ ദൈവത്തിൻ്റെ കൃപയുണ്ട് എന്ന ബോധ്യം ഉണ്ടാകുന്നുണ്ടോ? കൃപയെ വർദ്ധിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ നോമ്പുകാലത്ത് പ്രത്യേകമായിട്ട് പരമാവധി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ? നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ടോ? നമ്മൾ കുമ്പസാരിക്കുന്നുണ്ടോ? നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലുമൊക്കെ ധ്യാനിക്കാൻ പോകുന്നുണ്ടോ? നഷ്ടപ്പെട്ടു പോയ കൃപയെ വീണ്ടെടുക്കാൻ വേണ്ടി നാം എന്തൊക്കെ ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ കൃപയിൽ നിലനിൽക്കാൻ നാം എന്തൊക്കെ ചെയ്യുന്നുണ്ടോ? അതോ അതെല്ലാം മറന്നിട്ട് നാം നമ്മുടെ തന്നെ വഴിയെ, നമ്മുടെ സൗകര്യങ്ങളുടെ വഴിയെ പോവുകയാണോ? ഒരു സഹോദരൻ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം കേട്ടു. ആ സഹോദരൻ പറയാണ്, ക്രൈസ്തവർ എത്ര പുണ്യമുള്ളവരാണ്, ഭാഗ്യം ചെയ്തവരാണ്. ഹൈന്ദവരായിട്ടുള്ള മറ്റുള്ളവർക്കോ ഒന്നും ധ്യാനമോ കുമ്പസാരമോ ഒന്നുമില്ല. പക്ഷേ ക്രൈസ്തവർക്ക് അതെല്ലാം ഉണ്ട്. തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും പരിവർത്തനം നടത്താനും കൂടുതൽ നല്ല മനുഷ്യരായിട്ട് മാറാനുമുള്ള എല്ലാവിധ കാര്യങ്ങളും ക്രൈസ്തവർക്കുണ്ട്. പക്ഷെ മറ്റ് സമുദായത്തിന് എന്താണുള്ളത്? അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അപ്പോൾ നമ്മളെക്കുറിച്ച് തന്നെയുള്ള ബോധ്യങ്ങളിൽ കൂടുതൽ കൃപ നിറഞ്ഞവരായി വളരാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. മൂന്നാമത്തെ പ്രായോഗികമായ ചിന്ത ഇതാണ്: ഈശോ എന്നുള്ള പേരാണ്. നീ അവന് യേശു എന്ന് പേര് നൽകണമെന്ന് പറയാണ്. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവിടെ ഈശോ എന്ന് പേര് നൽകണമെന്ന് അവിടെ പറയുന്നുണ്ട്. മാതാവിനോട് ദൈവദൂതൻ പറയുന്നു, നീ അവൻ യേശു എന്ന് പേരിടണം. അത് 31-ാമത്തെ വചനമാണ്.
യേശു എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം. സ്വർഗത്തിൽ നിന്ന് പേര് രണ്ടു പേർക്കാണ് നൽകുന്നത്. ഒന്ന് യോഹന്നാനാണ്, ദൈവം കാരുണ്യവാനാണ്. രണ്ടാമത്തെ യേശു എന്ന വാക്കിന്റെ അർത്ഥം ദൈവൻ രക്ഷകനാകുന്നു എന്നുള്ളതാണ്, യാഹ്വേ രക്ഷിക്കുന്നു എന്നാണ്. അപ്പോൾ കുറെ നാളുകൾക്ക് മുമ്പാണ് ഫേസ്ബുക്കിൽ ഒരാൾ കമന്റ് ഇട്ടിരിക്കുകയാണ്, ഏതാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ പദം? പലരും പലതൊക്കെ ഇട്ടു, അച്ഛൻ അമ്മ എന്നൊക്കെ. പക്ഷെ അതിന് മറുപടിയായിട്ട് ഞാൻ ഇട്ടു, അല്ല, രക്ഷകൻ എന്ന പദമാണ്. അതിനോട് തുല്യമായിട്ടൊരു പദമില്ല. ഏറ്റവും ശ്രേഷ്ഠമായ പദം അതാണ്. അപ്പോൾ ഈശോ ദൈവം രക്ഷിക്കുന്നു, ദൈവം സംഹാരകനല്ല, ദൈവം രക്ഷിക്കുന്നയാളാണ്. അതാണ്, ആ പേരാണ് ഇടാൻ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: നമ്മൾ ഏതെല്ലാം വിധത്തിലാണ് മറ്റുള്ളവർക്ക് രക്ഷകരാകുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദൗത്യം ചുറ്റുമുള്ളവർക്ക് രക്ഷകരാകുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഏതെല്ലാം വിധത്തിലാണ് മറ്റുള്ളവരെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ജോലി കിട്ടാതിരുന്ന ഒരു യുവാവിന് ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിന് കാർഡ് വന്നു. നടന്ന സംഭവമാണ്. അവൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്ന വഴിയിൽ ഒരു ദാരുണമായ സംഭവം നടക്കുകയാണ്. അവൻ്റെ തൊട്ടു മുമ്പിൽ ഒരു അപകടം. ഈ യുവാവ്, നന്മ നിറഞ്ഞ യുവാവ്, അവന് ഇൻ്റർവ്യൂവിന് പോകേണ്ട സമയം അധികരിച്ചു. എന്നിട്ടും അവൻ ആ വഴിയിൽ ഈ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ആളെ ശുശ്രൂഷിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആക്കി. അതിനുശേഷം അവൻ ചെന്നപ്പോൾ സമയം നഷ്ടപ്പെട്ടു പോയി. സമയം പോയിരുന്നു. പക്ഷെ അവൻ ആ കമ്പനിയിൽ ചെന്നു. കമ്പനിയിൽ ചെന്നിട്ട് അധികൃതർ അവനെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു പോയി, അനുവദിച്ചില്ല. അപ്പോൾ അവൻ കാര്യം പറഞ്ഞു, ഇതാണ് സംഭവം ഉണ്ടായത്. ഒരാളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചതാണ്, അങ്ങനെ ഞാൻ വൈകിപ്പോയതാണ്. പ്രിയപ്പെട്ടവരെ, സംഭവിച്ചത് എന്താണെന്നറിയാവോ? ആ കമ്പനി ഇവന് വേണ്ടി പ്രത്യേകമായ ഇൻ്റർവ്യൂ നടത്തി ആ കമ്പനിയിൽ അവനെ അപ്പോയിൻറ്റ് ചെയ്തു. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം അത് തന്നെയാണ്. നമ്മൾ ഏതെല്ലാം തരത്തിലാണ് മറ്റുള്ളവരെ രക്ഷിക്കാൻ, അവർക്ക് സാന്ത്വനമാകാനായിട്ട് ശ്രമിക്കുന്നത്? ഈ ക്രിസ്മസ് കാലത്ത് ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. പുൽക്കൂട്ടിൽ അവതീർണനായ ഉണ്ണീശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. Subscribe now and press the bell icon. Never miss an update.